വൈ ഇന്ത്യ കാൺ ക്രിയേറ്റ് മെസ്സി? ലോകകപ്പിന്റെ സമയത്തെങ്കിലും നമ്മൾ ചിന്തിക്കുകയോ നമ്മൾ ചർച്ച ചെയ്യുകയോ ചെയ്യുന്ന ഒരു വിഷയമാണ് എന്തുകൊണ്ട് ഇന്ത്യക്ക് മെസ്സിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ ബൈജിംഗ് ഭൂട്ടിയ എന്ന നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പഴയ ക്യാപ്റ്റൻ പറഞ്ഞ വലിയൊരു കമന്റ് ഉണ്ട്. ഇന്ത്യ നൂറുകണക്കിന് മെസ്സികളെ ഇല്ലാതാക്കി കളഞ്ഞു. വളരെ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് അതിന് കാരണം? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും എല്ലാം താരങ്ങൾ, ഇന്നത്തെ താരങ്ങൾ ഒരാഴ്ചയിൽ കുറഞ്ഞത് 15 അതിലധികമോ മണിക്കൂർ ഫുട്ബോളോ അതുമായി ബന്ധപ്പെട്ട ബാക്കി കളികളിലോ അല്ലെങ്കിൽ ഫുട്ബോൾ അല്ലെങ്കിൽ വേറെ കളികളിലോ ഒക്കെ ഏർപ്പെടുന്ന വ്യക്തികളാണ്. അതിന്റെ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ അവർ ഫുട്ബോൾ അക്കാഡമികളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് 5-6 മണിക്കൂർ ഒരാഴ്ച കളിക്കാനുള്ള അവസരം, അതിൽ ഭൂരിഭാഗവും കളിയല്ല, അതിന് പകരം പരിശീലനമാണ്. കിട്ടിയാൽ തന്നെ വലിയൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, വിദേശ രാജ്യങ്ങളിൽ ഒരു കോച്ചിങ്ങിനേക്കാൾ കൂടുതലായിട്ട് അവർ നൽകുന്നത് മത്സര പരിചയത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ മത്സര പരിചയം, കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള ടീമുകളുമായിട്ട് കളിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തരായ കളിക്കാരുടെ അല്ലെങ്കിൽ വ്യത്യസ്തമായ ടീമുകളുടെ ഒരു കളിയുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ടാക്ടിക്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യത്യസ്തരായ ടീമുകളുമായും വ്യത്യസ്തമായുള്ള കളിക്കാരുമായിട്ടും ഇടപഴകുമ്പോഴാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗവും കോച്ചിങ്, അപ്പോൾ കോച്ചിങ്ങിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന അതേ താരങ്ങളുമായിട്ട് തന്നെയാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പൊ അവിടെ എത്രത്തോളം മത്സരിച്ചാലും നമ്മളുടെ സ്കില്ലിന് ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് കളി വിജയിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റും അതേപോലെ തന്നെ നമ്മുടെ സ്ട്രാറ്റജികളും എല്ലാമാണ്. അപ്പൊ അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കളിക്കാർക്ക് കൂടുതലായിട്ട് വ്യത്യസ്തരായിട്ടുള്ള ടീമുകളുമായിട്ട് കളിക്കാനുള്ള അവസരം കിട്ടിയേ മതിയാവും. പിന്നെ ഇപ്പോഴും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെസ്സിയും റൊണാൾഡോയും പോലെയുള്ള കളിക്കാർ ഒരു വർഷം ഏകദേശം 50ഓളം അല്ലെങ്കിൽ 50-50 മത്സരങ്ങൾ കളിക്കുന്നവരാണ്, അതും നിറഞ്ഞ സ്റ്റേഡിയങ്ങളിൽ. പക്ഷെ ഒരു ഇന്ത്യൻ കളിക്കാരന് മാക്സിമം 20-25 മത്സരങ്ങൾ ഒരു വർഷം കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. അതിൽ ഒരു 10-15 മത്സരങ്ങൾക്കെങ്കിലും നിറഞ്ഞ സ്റ്റേഡിയം ഉണ്ടായാൽ അതൊരു വലിയൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നിറഞ്ഞ സ്റ്റേഡിയം എന്ന് പറയുന്നത്? കാരണം നിറഞ്ഞ സ്റ്റേഡിയങ്ങളിലാണ് കൂവലുകൾ, കയ്യടികൾ, അല്ലെങ്കിൽ കല്ലെറിയൽ, മുട്ടയെറിയൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതാണ് ഒരു കളിക്കാരന്റെ മൈൻഡ് സെറ്റിനെ ശക്തിപ്പെടുത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടില് കാണികൾ കൂവി അല്ലെങ്കിൽ ആരാധകര് ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്ത താരങ്ങൾ പോലും ഉണ്ട്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് ഇപ്പോഴും നമ്മൾ എത്രയോ കളികളിൽ മികച്ചു നിൽക്കുന്ന, ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടും അതിനെ ഒന്നും മൈൻഡാക്കാതെ കളിക്കുന്ന എത്രയോ താരങ്ങൾ. അപ്പൊ അവർക്ക് ആ ഒരു കഴിവ് വരുന്നതിന് പുറകിലുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അവർ കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ ചീത്ത വിളികളും അല്ലെങ്കിൽ കൂക്കി വിളികളും എല്ലാം കേട്ടിട്ടാണ് അവർ വളരുന്നത്. സോ അത് അവരുടെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഏറ്റവും പ്രധാനം, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇതൊന്നും ലഭിക്കുന്നില്ല? അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ ക്ലബ്ബുകളില്ല, നമ്മുടെ നാട്ടിലെ മത്സരങ്ങളില്ല, നമ്മുടെ നാട്ടിലെ ലീഗുകളില്ല. ഇപ്പൊ നമ്മൾ പലപ്പോഴും ചെറിയ ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത്, ആദ്യത്തെ മത്സരത്തിൽ ഔട്ടായി കഴിഞ്ഞാൽ നോക്കൌട്ട് കഴിഞ്ഞു, അതോടുകൂടി ആ വർഷത്തെ അവരുടെ അല്ലെങ്കിൽ ആ ടൂർണമെന്റിൽ അവരുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ്. അതിന്റെ സ്ഥാനത്ത് ഒരു ലീഗ് ആണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും ഇത്ര അഷ്വേർഡ് ആയിട്ടുള്ള മത്സരങ്ങൾ ഒരു ടീമിന് കിട്ടും. അപ്പൊ അത് തന്നെ ആ കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു മാക്സിമം അവന്റെ പെർഫോമൻസ് പുറത്തെടുക്കാൻ അല്ലെങ്കിൽ അനുഭവ സമ്പത്ത് നേടാനുള്ള ഒരു അവസരമാണ് അവന് കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. പിന്നെ ഇതിനേക്കാൾ ഉപരി നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കാര്യം, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ടാലന്റ് ഉണ്ട്, ഭയങ്കരമായ ടാലന്റ്. ഈ ടാലന്റ് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? അപ്പൊ ഫുട്ബോളിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ടാലന്റ് എന്ന് പറയുന്നത് ഒരു വൺ ഡേ വണ്ടർ എന്ന് പറയാവുന്ന സെലക്ഷൻ ട്രയൽ. അപ്പൊ ഈ സെലക്ഷൻ ട്രയലിൽ എന്താണ് സംഭവിക്കുന്നത്? സെലക്ഷൻ ട്രയലിൽ അപ്പൊ വിദേശ രാജ്യങ്ങളിൽ സെലക്ഷൻ ട്രയലിലുപരി അവിടെ സ്കൗട്ടിങ്ങിനാണ് പ്രാധാന്യം. നമ്മുടെ നാട്ടിൽ സ്കൗട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സെലക്ഷൻ ട്രയൽ, അപ്പൊ ആ സെലക്ഷൻ ട്രയലിലേക്ക് മെസ്സിയും റൊണാൾഡോയും എല്ലാം വരുന്നു എന്ന് വിചാരിക്കുക. ഈ ഒരു സെലക്ഷൻ ട്രയലിൽ ഒരു കളിക്കാരന് മാക്സിമം കിട്ടുന്നത് 10-20 മിനിറ്റ് ആണ് ബോൾ തട്ടാൻ അവസരം കിട്ടുക. അപ്പൊ അതില് നമ്മുടെ ഒരു ടീമിൽ റൊണാൾഡോയെ എടുക്കുന്നു. അപ്പൊ പല സാഹചര്യങ്ങൾ, റൊണാൾഡോയുടെ കൂടെ കളിക്കുന്ന താരങ്ങൾ. അപ്പൊ ഈ റൊണാൾഡോയുടെ കൂടെ കളിക്കുന്ന താരങ്ങൾക്ക് റൊണാൾഡോയ്ക്ക് പന്തെത്തിക്കാൻ കഴിയാത്ത ആളുകളാണ് അന്ന് ആ ടീമിൽ കളിക്കുന്നതെങ്കിൽ റൊണാൾഡോ എന്ന് പറയുന്ന നാളത്തെ താരം അവിടെ ബോൾ കിട്ടാതെ അല്ലെങ്കിൽ ഒരു ഫോർവേഡ് അവിടെ ബോൾ കിട്ടാതെ നിൽക്കുന്നു, അയാളുടെ കളി മോശമാകുന്നു, അയാൾക്ക് സെലക്ഷൻ കിട്ടുന്നില്ല. രണ്ടാമത്തെ സാഹചര്യം, മെസ്സിയെ പോലൊരു താരം, മറഡോണ തന്നെ, മെസ്സിയുടെ കോച്ചായിരുന്ന മറഡോണ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് മെസ്സി കളി തുടങ്ങുന്നതിന് മുമ്പ് 10-20 പ്രാവശ്യം ടോയ്ലറ്റിൽ പോകുന്ന കാര്യത്തെ കുറിച്ച്. അപ്പൊ മെസ്സിയെ പോലൊരു താരം വരുന്നു, ടോയ്ലറ്റിൽ പോകണം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പലപ്പോഴും സെലക്ഷൻ ട്രയൽ നടക്കുന്ന ഇടങ്ങളിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉള്ളത് തന്നെ ഭയങ്കര അറപ്പും നിൽപ്പൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ ആ ഒരു ഇതിൽ മെസ്സി എന്ന് പറയുന്ന താരം 20 പ്രാവശ്യം ടോയ്ലറ്റിൽ പോകുന്ന താരം ചിലപ്പോൾ ഒരു പ്രാവശ്യം പോലും അങ്ങോട്ട് പോകാൻ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ഇത് കാരണം പുള്ളിയുടെ പെർഫോമൻസ് വീണ്ടും മോശമാവും. അങ്ങനെ അന്നത്തെ ദിവസം ഒരു വയറുവേദന അല്ലെങ്കിൽ വയറിളക്കം കാരണം നമ്മുടെ ഇവിടുത്തെ മെസ്സിക്ക് സെലക്ഷന് അവസരം കിട്ടുന്നില്ല. ഇനി മൂന്നാമത്തെ സാഹചര്യം എടുക്കുക, ഒരു ടീമിൽ കളിക്കുന്ന ആളുകളെല്ലാം പരസ്പരം അറിയുന്നവരാണ്, ഒരാൾ മാത്രം. അപ്പൊ അതിൽ റൊണാൾഡോ, പുള്ളി മാത്രം വേറൊരു ക്ലബ്ബിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അക്കാഡമിയിൽ നിന്ന് വരുന്ന ആള്, എന്താ സംഭവിക്കുക? ഈ പരസ്പരം അറിയുന്ന താരങ്ങൾ തമ്മിൽ അവർ ബോൾ പാസ് ചെയ്യും. ഈ റൊണാൾഡോയ്ക്ക് ഇപ്പോഴും പോർച്ചുഗൽ ടീമിൽ കളിക്കുന്ന സമയത്ത് അറിയാലോ നമ്മൾ, റൊണാൾഡോ എന്തുമാത്രം പരിചയമുള്ള പരിസമ്പന്നരായ കളിക്കാരാണെങ്കിൽ പോലും ബോൾ കിട്ടാൻ ബുദ്ധിമുട്ടുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ
ഇങ്ങനെ ഒരു സെലക്ഷൻ ട്രയലിൽ ആ റൊണാൾഡോയ്ക്ക് ബോൾ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായിരിക്കും. അപ്പൊ അങ്ങനെ ബോൾ കിട്ടാതെ ആ റൊണാൾഡോ എന്ത് ചെയ്യുന്നു, അയാളുടെ അവസരം നഷ്ടപ്പെടുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ സെലക്ഷൻ ട്രയൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ദൗർഭാഗ്യം കൊണ്ട് പലപ്പോഴും നമ്മുടെ മെസ്സിമാരെയും റൊണാൾഡോയും നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ യൂറോപ്പില് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ സ്കൗട്ടിംഗ് ആണ്. സ്കൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ലോക്കലി കളിക്കുന്ന കളിക്കാരെ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ ഒബ്സർവ് ചെയ്യുകയും അതിൽ നിന്ന് മികച്ച താരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും അവര് അതാത് ക്ലബ്ബുകളുടെ സെലക്ഷൻ ട്രയൽസ് നടക്കുന്ന സമയത്ത് അവരെ ഇൻവൈറ്റ് ചെയ്യുകയും അവര് 1-2 ആഴ്ച ആ ക്ലബിന്റെ ക്യാമ്പിൽ നിന്ന് അവിടെ നിന്ന് കളിക്കുകയും അതിനുശേഷമാണ് ഓരോ ക്ലബും അവരുടെ താരങ്ങളെ സൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ അക്കാഡമിയിലേക്ക് ആൾക്കാരെ ഇൻഡക്ട് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതെ നമുക്ക് എങ്ങനെ മെസ്സിയും റൊണാൾഡോയും ക്രിയേറ്റ് ചെയ്യാം? ബാക്കി നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം വെറുതെ എന്താ പറയുക, ഒരു മദർഹുഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് പല കാര്യങ്ങളും പറയാം, ഗവൺമെന്റ് സപ്പോർട്ടില്ല, മറിച്ചതില്ല, നമ്മുടെ ഇന്ത്യക്കാരന്റെ DNA ഫുട്ബോളില്ല, സിസ്റ്റം ഇല്ല, ഇതൊക്കെ പറയാം. സിസ്റ്റം ഉണ്ടാകണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഫുട്ബോൾ ക്ലബ്ബുകൾ ഉണ്ടാവണം. 2, ഈ ഫുട്ബോൾ ക്ലബ്ബുകൾ ചേർന്ന് ലീഗുകൾ ഉണ്ടാവണം. അപ്പോൾ മാത്രമേ അക്കാഡമികളും ഈ ക്ലബ്ബുകളെ ബേസ് ചെയ്തിട്ടുള്ള അക്കാഡമികളും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ അക്കാഡമികൾ ക്രിയേറ്റ് ചെയ്ത് കാരണം, അല്ല വെറുതെ നമ്മൾ സെലക്ഷൻ ട്രയൽ നടത്തിയത് കാരണം നമ്മുടെ നാട്ടിൽ മെസ്സിയും റൊണാൾഡോയും കണ്ടുപിടിക്കപ്പെടുകയില്ല. മെസ്സിയെയും റൊണാൾഡോയും കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അവരെ നാളത്തെ മെസ്സിയും റൊണാൾഡോയുമായി വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതുവരെയും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും, വൈ ഇന്ത്യ കാൺട്ട് ക്രിയേറ്റ് എ മെസ്സി ഓർ റൊണാൾഡോ?